ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് നമ്മുടെ യുവതലമുറയുടെ പോക്ക്. ലഹരിക്കടിമകളാകുന്ന യുവാക്കൾ പണം കണ്ടെത്താൻ എന്ത് ഹീനമാർഗവും പ്രയോഗിക്കും. കോഴിക്കോട് മൂഴിക്കലിൽ 16-കാരിയെ കൊന്ന ശേഷം 20-കാരൻ ജീവനൊടുക്കിയ വാർത്ത ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. തറവാട് വീട്ടിൽ മോഷണത്തിനെത്തിയപ്പോഴാണ് അതിനാൻ മാതൃസഹോദരി പുത്രിയെ കൊന്നതെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. മുത്തശ്ശിയെയും ഇയാൾ കൊല്ലാൻ ശ്രമിച്ചു. നേരത്തെ ഈ വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴും ഇയാൾ മോഷണം നടത്തിയിരുന്നു. ഇക്കാര്യം മറ്റുള്ളവരെ അറിയിച്ചതിന്റെ വൈരാഗ്യവും അതിനാന് സഹോദരി നസ്രീനോട് ഉണ്ടായിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ. ആദ്യം സ്വാഗതം. കോഴിക്കോട് മൂഴിക്കലിൽ മാതൃസഹോദരിയുടെ മകളായ 16-കാരിയെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്ത യുവാവ് സ്ഥിരം പ്രശ്നക്കാരൻ. രാത്രി വീട്ടിലെത്തി ഒളിച്ചിരുന്ന പ്രതി അതിനാൻ പുലർച്ചെയാണ് കൊല നടത്തിയത്. മോഷണത്തിനായാണ് ഇയാൾ വീട്ടിലെത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മോഷണവും ദുർനടപ്പുകളും ശ്രദ്ധയിൽപ്പെട്ടതോടെ തറവാട്ടിൽ നിന്നും പുറത്താക്കിയതിന്റെ വൈരാഗ്യവും ക്രൂരതയ്ക്ക് കാരണമായെന്നാണ് സംശയം. നിസാർ റംസീന ദമ്പതിമാരുടെ മകളാണ് കൊല്ലപ്പെട്ട നസ്രീന. കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം. അതിനാൻ മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വീട്ടിലുള്ളവരെ മുഴുവൻ കൊല്ലാൻ ഇയാൾ ലക്ഷ്യമിട്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 5:30യോടെയാണ് കൊലപാതകം നടന്നത്. സംഭവം നടക്കുമ്പോൾ മരിച്ച നസ്രീന, ഉമ്മ റംസീന, ഉമ്മമ്മ സഫിയ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിനാൻ ആദ്യം ആക്രമിച്ചത് നസ്രിയയാണ്. പെൺകുട്ടിയെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്തിയ ശേഷം ഉമ്മമ്മയെയും കൊല്ലാൻ ശ്രമിച്ചു. ഉമ്മമ്മയുടെ ബഹളം കേട്ടാണ് മറ്റ് ബന്ധുക്കൾ ഓടിക്കൂടിയത്. കള്ളൻ കയറിയെന്ന് കരുതി പരിശോധിച്ചപ്പോഴാണ് 16-കാരി നസ്രീനയെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആളുകൂടിയ വെപ്രാളത്തിൽ അടുത്തുള്ള ഒരു മുറിയിൽ കയറിയ അതിനാനെ ബന്ധുക്കൾ അവിടെ പൂട്ടിയിട്ടു. പിന്നാലെ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തിരികെ എത്തിയപ്പോൾ അതിനാനെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വീട്ടുകാർ നൽകിയ മൊഴി. മുഖത്ത് സെലോ ടേപ്പ് ചുറ്റിയ നിലയിലായിരുന്നു അതിനാന്റെ മൃതദേഹം. രാത്രി 7:30യോടെ ഇവിടെ എത്തിയ അതിനാൻ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മോഷണശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. മോഷണത്തിനുള്ള ശ്രമം ഇയാൾ നടത്തിയിരുന്നു. ഉമ്മയുടെ തലയിണയുടെ അടിയിൽ നിന്ന് ചാവിയെടുക്കാനും ശ്രമിച്ചു. വീട്ടുകാർ മുറിയിൽ പൂട്ടിയിട്ടപ്പോൾ രക്ഷപ്പെടാൻ കഴിയാതായതോടെ സ്വയം ജീവനൊടുക്കിയതാകാം എന്നും പോലീസ് പറയുന്നു. അതെ, ഇപ്പം പ്രിലിമിനറി ആയിട്ട് അതാണ് ഞങ്ങളുടെ ഫൈൻഡിങ്. ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അല്ല, അതിപ്പോഴേ പറയാറായിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും പറയാൻ പറ്റില്ല. അപ്പൊ അത് പോസിബിൾ സൂയിസൈഡ് ആണ്. പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതിനാൻ മരിച്ചത് ശ്വാസം മുട്ടിയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇയാളുടെ വീട് പൊന്നാനിയിലാണെങ്കിലും മൂഴിക്കലിലെ തറവാട്ടിലാണ് നേരത്തെ താമസിച്ചിരുന്നത്. കൊല്ലപ്പെട്ട പെൺകുട്ടിയും ഇവിടെ തന്നെയായിരുന്നു താമസം. വീട്ടിൽ നിന്ന് അതിനാൻ പണം മോഷ്ടിക്കുമായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടി ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് അതിനാന് തറവാട്ട് വീട്ടിൽ കയറുന്നതിന് വിലക്കുണ്ടായത്. തുടർന്ന് 6 മാസം മുമ്പ് കൊളത്തറയിലേക്ക് താമസം മാറി. ഈ സംഭവത്തിന്റെ വൈരാഗ്യവും കൊലയ്ക്ക് കാരണമായെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ അഞ്ചരക്കൺ ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക തെളിവുകൾ പോലീസിന്. നിതിൻ ജീവനെടുക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചത്. അധ്യാപകരിൽ നിന്നുണ്ടായ പീഡനത്തിനൊപ്പം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മരണത്തിന് വഴിവെച്ചുവെന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഇതിനിടെ വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയേക്കും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിനെ മരണത്തിലേക്ക് നയിച്ചത് 3 കാര്യങ്ങളാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അധ്യാപകരിൽ നിന്നും നേരിട്ട ജാതി വിവേചനത്തിനൊപ്പം ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദവും പ്രിൻസിപ്പലും അധ്യാപകരും നടത്തിയ ചോദ്യം ചെയ്യലുമാണ് നിതിനെ സമ്മർദ്ദത്തിലാക്കിയത്. മാർച്ച് ആദ്യമായിരുന്നു അധ്യാപകനായ ഡോക്ടർ MK റാമിൽ നിന്നുള്ള പീഡനം നേരിട്ടത്. അധ്യാപികയായ ലതാ ശശിധരന്റെ ഗ്യാരണ്ടിയിൽ ലോൺ ആപ്പിൽ നിന്നും 14,000-ഓളം രൂപ നിതിൻ വായ്പ എടുത്തിരുന്നു. വായ്പയുമായി ബന്ധപ്പെട്ട് അധ്യാപിക പരാതി നൽകിയതായി കോളേജ് പ്രിൻസിപ്പൽ സ്ഥിരീകരിച്ചു. ഏപ്രിൽ 10-ന് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നിതിനെ വിളിച്ചു വരുത്തിയിരുന്നു.
35 മിനിറ്റോളം നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് നിതിൻ പുറത്തേക്ക് വരുന്നത്. ഇത് ഉൾപ്പെടെയുള്ള നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവിടെ നിന്നും പുറത്തിറങ്ങിയ നിതിൻ 10 മിനിറ്റിനകം ജീവനൊടുക്കിയതായാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്ന ദൃക്സാക്ഷികളുടെ മൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാ പേ എന്ന ആപ്പിൽ നിന്നും നിതിൻ വായ്പ എടുത്തതായി സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ അധ്യാപികയ്ക്കും ഭീഷണി സന്ദേശങ്ങളും കോളുകളും തുടർച്ചയായി വന്നു. ഇതിനെ തുടർന്നാണ് ഇവർ പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. നിതിന്റെ ഫോണിൽ ഏപ്രിൽ 9 മാത്രം 98 ഭീഷണി സന്ദേശങ്ങളും കോളുകളും ലോൺ ആപ്പ് കമ്പനിയിൽ നിന്നും വന്നിരുന്നു. അതേ ദിവസം അധ്യാപികയ്ക്കും 28ഓളം ഭീഷണി സന്ദേശങ്ങൾ എത്തി. നിതിന്റെ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചുവെച്ചതായാണ് ദൃശ്യങ്ങളിലുള്ളത്. മൊബൈൽ ഫോൺ നിതിൻ തന്നെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രിൻസിപ്പലിന്റെ വാദം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപികയുടെ പരാതി ലഭിച്ചപ്പോഴാണ് നിതിനെ ചേംബറിലേക്ക് വിളിപ്പിച്ചത്. അധ്യാപികയുടെ നമ്പർ നൽകിയില്ലെന്നും മാതാപിതാക്കളുടെയും സഹോദരിയുടെയും നമ്പറുകളാണ് നൽകിയിരുന്നതെന്നുമാണ് നിതിൻ പറഞ്ഞത്. അധ്യാപിക തെളിവുകൾ കാണിച്ചപ്പോഴാണ് ഫോൺ തന്നെ ഏൽപ്പിച്ചതെന്നും പ്രിൻസിപ്പൽ. മാഡത്തിന്റെ പേര് കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴും മാഡത്തിന്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി. നാച്ചുറലി മാഡം പഠിപ്പിക്കുന്നതാണെല്ലാം ക്ലാസ് എടുക്കുന്നതാണ്. പിടിച്ചു വെച്ചതൊന്നുമല്ല. പുള്ളി അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പുള്ളി അത് ഫോണോട് വെച്ചു. നാച്ചുറലി ഇത്രയും ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു ഇത് ക്വസ്റ്റ്യൻ ഫോൺ എടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. പുള്ളി കുറച്ചു നേരം പുറത്തു ഉണ്ടായിരുന്നു. പിടിച്ചൊന്നും വാങ്ങിയതല്ല. സ്ഥാപനത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനത്തെയും പോലീസ് കുറച്ചു കാണുന്നില്ല. ഡോക്ടർ MK റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ചെരുപ്പ് ധരിച്ചു വന്ന തന്നെ കോളനി എന്ന് വിളിച്ചുവെന്നാണ് ഒരു വിദ്യാർത്ഥി ആരോപിക്കുന്നത്. സഹപാഠിയായ പെൺകുട്ടിയെ കൊണ്ട് ചെരുപ്പ് വെച്ച് തല്ലിക്കാൻ ശ്രമിച്ചുവെന്നും വിദ്യാർത്ഥി പറഞ്ഞു. നിറം കൂടിയവരെ വെള്ളപ്പാറ്റിയെന്നും പെൺകുട്ടിയെ കറുത്ത പശു എന്ന് വിളിച്ചും പരിഹസിച്ചുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. അവൻ്റെ പേപ്പർ എല്ലാവരും മുൻപിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിയിൽ ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുപ്പിട്ടാണ് പറയാറുണ്ട്. തങ്ങളെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളെ വെച്ചുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇവർ ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തി കരിയർ ഇല്ലാതാക്കുമെന്ന് ഭയമുണ്ടെന്നും വിദ്യാർത്ഥികൾ. പഠിപ്പിക്കത്തൊന്നുമില്ല. മതപരമായ കാര്യങ്ങളും ബോഡി ഷെയ്മിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചു വെച്ചേക്കും. പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് 2 അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റായിരുന്നു സാറിന്റെ. വിവാദങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഡോക്ടർ റാമിന്റെ ചിറക്കുനിയിലെ ക്ലിനിക്കിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം തുടരുകയാണ്. ഡോക്ടർ റാമിനെതിരായ നടപടിയിലൂടെ കോളേജിനെതിരെയുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമം. ന്യൂസ് 18 കണ്ണൂർ. മലയാളികളായ നിരവധി അധ്യാപകർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് മാലദ്വീപ്. ഇവർക്കെല്ലാം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അവിടെ നിന്നുള്ളത്. മാലദ്വീപിലെ സ്കൂളിൽ വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ മലയാളി അധ്യാപികയ്ക്ക് ഗുരുതര പരിക്ക്. ചെങ്ങന്നൂർ സ്വദേശി ദീപക് ശശിയുടെ ഭാര്യ സ്മിത എൻ പിള്ളയ്ക്കാണ് മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർക്ക് അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. ക്ലാസ് എടുക്കുന്നതിനിടെ ഗെയിം കളിക്കുന്നത് വിലക്കിയതിനാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി അധ്യാപികയെ ആക്രമിച്ചത്. മാലിദ്വീപിലെ ഗദുദ്വീപിൽ ഗഫ്ദാൽ അഡോൾ സ്കൂളിൽ ഈ മാസം 12-നാണ് സംഭവം. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ലബോറട്ടറിയിലെ കമ്പ്യൂട്ടറിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഗെയിം കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്മിത പലതവണ താക്കീത് നൽകി. എന്നാൽ വിദ്യാർത്ഥി കൂട്ടാക്കിയില്ല.
വീഡിയോ പകർത്തി പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സ്മിതയുടെ ഫോൺ വിദ്യാർത്ഥി എടുത്തെറിയുകയും മൂക്കിൽ തുടർച്ചയായി ഇടിക്കുകയുമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ LTA എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്തു. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എൻ്റെ മൂക്കിൽ ഇടിച്ചു. രക്തം വാർന്ന് ബോധരഹിതയായി വീണ സ്മിതയെ മറ്റ് അധ്യാപകരാണ് ആംബുലൻസിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇവരുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ട്. മാലിദ്വീപ് ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സ്മിതയെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണെന്നും ഭർത്താവ് ദീപക് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മളെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് അവരിതിനു വേണ്ടി എല്ലാ ഇതിലും സഹകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് സംസാരിച്ചു. കാരണം ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2000-ഓളം ആളുകൾ മാലദ്വീപ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരു 75% കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇതുപോലെ ഇതിനു മുമ്പും പല ടീച്ചർമാർക്കും ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് അവിടെ നിന്ന് ആ ടീച്ചറെ അങ്ങ് നാട് കടത്തും. അപ്പോൾ ഈ ഇഷ്യൂ അവിടെ വെച്ച് ഇതാവുകയാണ്. ഇതൊന്നും അറിയാതെയാണ് ഇവിടുന്ന് വീണ്ടും ആളുകൾ അവിടേക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നത്. കാരണം അവിടെ കുട്ടികളെ നമുക്ക് വഴക്ക് പറയാനോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ കുട്ടികൾ പക്ഷെ ഭയങ്കരമായ അരകണ്ടാണ്. 1 വർഷം മുൻപാണ് സ്മിത ഈ സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് ചേർന്നത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാസർഗോഡ് ചട്ടഞ്ചാലിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ കലുങ്ങിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ടലിപ്പാറ സ്വദേശിയായ കബീറാണ് മരിച്ചത്. ലഹരിക്കടിമയായിരുന്ന ഇയാളെ ഏതെങ്കിലും സംഘങ്ങൾ അപായപ്പെടുത്തിയതാണോ എന്നാണ് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചട്ടഞ്ചാൽ ഞാണിക്കൽ റോഡിലെ കലുങ്കിനടിയിലാണ് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണ്ടിലപ്പാറ സ്വദേശി ലോറി ഡ്രൈവർ കബീറാണ് മരിച്ചത്. ലഹരി ഉപയോഗിച്ചിരുന്ന ഇയാളെ ഏതെങ്കിലും സംഘങ്ങൾ അപായപ്പെടുത്തിയതാണെന്ന സംശയം നാട്ടുകാർ ഉന്നയിക്കുന്നു. മൃതദേഹത്തിൽ ചതഞ്ഞ പാടുകൾ ഉൾപ്പെടെ സംശയാസ്പദമായ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബേക്കൽ ഡിവൈഎസ്പി MP ആസാദിന്റെ നേതൃത്വത്തിൽ മേൽപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ചയാണ് കബീറിനെ അവസാനമായി കണ്ടതെന്ന് നാട്ടുകാർ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹത്തിന് 1 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ഒറ്റപ്പാലത്ത് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സൂചന. വയോധികന്റെ തലയിൽ മുറിവ് കണ്ടെത്തിയതാണ് ദുരൂഹതയുയർത്തുന്നത്. സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വയോധികന്റെ കൂടെയുണ്ടായിരുന്ന സ്ത്രീയെ പോലീസ് ചോദ്യം ചെയ്തു. ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് ഒറ്റപ്പാലം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബസ് സ്റ്റാൻഡിൽ രാവിലെ എത്തിയ യാത്രക്കാരും കച്ചവടക്കാരുമാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ഒറ്റപ്പാലം പോലീസിന് വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. വയോധികന്റെ തലയിൽ മുറിവ് കണ്ടെത്തിയതിനാൽ കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം. മൃതദേഹത്തിന് സമീപത്ത് വലിയൊരു കല്ലും കണ്ടെത്തിയിട്ടുണ്ട്.
വർഷങ്ങളായി ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞു നടക്കുന്ന വയോധികനാണ് മരിച്ചത്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ ദുരൂഹത ഉയർന്നതോടെ വയോധികന്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ഒറ്റപ്പാലം പോലീസ് ചോദ്യം ചെയ്തു. ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ബസ് സ്റ്റാൻഡിൽ സംഭവം നടന്ന സ്ഥലത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇവർ സഞ്ചരിച്ച ഭാഗത്തെ CCTV ദൃശ്യങ്ങളും ശേഖരിക്കുന്നുണ്ട്. മരണം കൊലപാതകമാണെന്നാണ് നിലവിലെ സൂചന. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 പട്ടാമ്പി. പ്രണയകാലത്ത് കാമുകി യുവാവിന് ബൈക്ക് വാങ്ങി നൽകി. പിന്നീട് തമ്മിലകന്നപ്പോൾ ബൈക്കോ പകരം പണമോ വേണമെന്നായി യുവതി. എന്നാൽ കാമുകൻ ഇതിന് തയ്യാറായില്ല. തുടർന്നുണ്ടായ തർക്കം കത്തിക്കുത്തിലാണ് കലാശിച്ചത്. ഇടുക്കി വാഴത്തോപ്പ് സ്വദേശി ജിൻസിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി ചെറുതോണിയിൽ പുലർച്ചെ 5:30 സംഭവം. വാഴത്തോപ്പ് മുളകുവള്ളി സ്വദേശി ജിൻസിനാണ് പരിക്കേറ്റത്. ആലപ്പുഴയിൽ നിന്നുള്ള 6-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം അക്രമി സംഘത്തിലെ ഒരാൾ യുവാവിന്റെ ബൈക്കിലും മറ്റുള്ളവർ കാറിലും സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ഇടുക്കി പോലീസ് പിന്തുടർന്ന് എറണാകുളത്ത് നിന്നാണ് അക്രമി സംഘത്തെ പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: പുലർച്ചെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയ ജിൻസിനെ ചെറുതോണി ഗാന്ധിനഗർ കോളനി റോഡിൽ വെച്ച് ബൈക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെയാണ് സംഘത്തിലുള്ള അതുൽ കുമാർ കുത്തിയത്. പാലക്കാട് കുഴൽമന്ദം സ്വദേശിയായ യുവതിയുമായി ജിൻസ് പ്രണയത്തിലായിരുന്നു. ഈ സമയത്ത് യുവതി ഇയാൾക്ക് ബൈക്ക് വാങ്ങി നൽകി. പിന്നീട് ഇവർ തമ്മിൽ അകലുകയും ഇയാൾ മറ്റൊരു യുവതിയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തതോടെ ബൈക്കോ അല്ലെങ്കിൽ 60,000 രൂപയോ തിരികെ നൽകണമെന്ന് ആദ്യത്തെ കാമുകി ആവശ്യപ്പെട്ടു. എന്നാൽ ബൈക്ക് വിട്ടുകൊടുക്കുവാൻ യുവാവ് തയ്യാറായില്ല. ഇത് ഇവർ തമ്മിൽ കടുത്ത ശത്രുതയ്ക്ക് കാരണമായി. പുലർച്ചെ ഊബർ ടാക്സിയിലാണ് യുവതികളടക്കം 6-അംഗ സംഘം ചെറുതോണിയിലെത്തിയത്. ആലപ്പുഴ കോമളപുരം സ്വദേശി അതുകുമാർ, മാവേലിക്കര തഴകര സ്വദേശി അഭിജിത്ത്, തലശ്ശേരി സ്വദേശി യദുകൃഷ്ണൻ, പാലക്കാട് കുഴൽമന്ദം സ്വദേശി അനു CM എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റു 2 പേർ ഇവരോടൊപ്പം എത്തിയവരാണെന്നും കേസിലെ പ്രതികൾ അല്ല എന്നും പോലീസ് പറഞ്ഞു. പ്രതികളുടെ പേരിൽ എറണാകുളം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു. ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വർക്കലയിൽ പണിക്കൂലി ചോദിച്ചതിന് വർക്ക്ഷോപ്പ് ഉടമയെ ചുറ്റികൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ക്രൂരമർദ്ദനം. വർക്കല പാലച്ചിറ സ്വദേശിയായ സാജനാണ് മർദ്ദനമേറ്റത്. സംഭവം നടന്ന് 4 ദിവസം പിന്നിട്ടിട്ടും കേസെടുക്കാൻ പോലും അയ്യൂർ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട്. വർക്കല പാലച്ചിറ സ്വദേശിയായ സാജൻ എന്ന വർക്ക്ഷോപ്പ് ഉടമയ്ക്കാണ് പണിക്കൂലി ചോദിച്ചതിന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇരുചക്രവാഹനം ശരിയാക്കി നൽകിയതിന്റെ പണിക്കൂലിയായ 200 രൂപ ചോദിച്ചതിൽ പ്രകോപിതരായ 2-അംഗ സംഘമാണ് സാജനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തിയത്. തുടർന്ന് മുതുകത്തും വാരിയലിനും ചുറ്റിക കൊണ്ട് മർദ്ദിച്ചു. സാജന്റെ ഇടതുകാലിലും ചുറ്റിക ഉപയോഗിച്ചടിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാജൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാൽമുട്ടിന് ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി സാജൻ പറഞ്ഞു. നേരെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തലമണ്ടക്കടിച്ചു. ഞാൻ ഈ അടി കൊള്ളായിരിക്കും ബാക്കിലോട്ട് തല പിടിച്ചതും എൻ്റെ പുരിയത്ത് അടി കൊണ്ടതിൽ ബോധം കെട്ട് ഞാനങ്ങ് വീണ് ഞാൻ വീണ്ടും ബോധം വന്ന് എണീക്കാൻ നേരത്ത് എന്നെ ചുറ്റിയലിന് ഷോൾഡറിലും എൻ്റെ ഭാര്യയിലും മുതുകിലെല്ലാം ചുറ്റിയലിനെ അടിച്ച് വീണ്ടും തറയിട്ടിട്ട് അവർ 2 പേരും കൂടെ ചേർന്ന് എൻ്റെ കാല് ചവിട്ടി ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ESI ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന ഡോക്ടർ പറഞ്ഞ് മുട്ടിൻ്റെ ലെഗ്മെൻറ്റ് പോയി, അതിൽ കുറച്ച് വള്ളികളൊക്കെ കൊണ്ട് എല്ലാം പൊട്ടിപ്പോയി. അയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെൺകുളം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന 2 വീലർ വർക്ക്ഷോപ്പിലാണ് അക്രമം നടന്നത്. ഈ മാസം 11 നടന്ന സംഭവത്തിൽ ഇതുവരെയും അയ്യൂർ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അക്രമം നടത്തിയവരുടെ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടും നിസ്സംഗത പാലിക്കുകയാണെന്നാണ് പരാതി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാജൻ. ന്യൂസ് 18 ആറ്റിങ്ങൽ.
പാലക്കാട് പിരായിരിയിൽ വീട് കയറി ആക്രമണം. ആക്രമണത്തിൽ സ്ത്രീകളും 1.5 വയസ്സുള്ള കുഞ്ഞും ഉൾപ്പെടെ 9 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രദേശത്തെ BJP പ്രവർത്തകർക്കും ബന്ധുക്കൾക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് ഇവരുടെ ആരോപണം. പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ വാര്യംപറമ്പിൽ തിങ്കളാഴ്ച രാത്രി 11:30-ഓടെയാണ് ആക്രമണം നടന്നത്. സ്ത്രീകളും 1.5 വയസ്സുള്ള കുഞ്ഞും ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദേശത്തെ BJP പ്രവർത്തകർക്കും ബന്ധുക്കൾക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. വീട്ടിലെത്തിയ ആക്രമികൾ സ്ത്രീകളെയും കുട്ടികളെയും 1.5 വയസ്സുള്ള കുഞ്ഞിനെ വരെ ഉപദ്രവിച്ചെന്നാണ് പരാതി. അക്രമത്തിൽ 43-കാരൻ വിനോദ്, 33 വയസ്സുള്ള സുകന്യ, 19-കാരൻ അജയ് കൃഷ്ണ, 23-കാരൻ ആദർശ്, 1.5 വയസ്സുള്ള എലോയ്, 14-കാരി അഞ്ജന, 16-കാരി അശ്വനി, 13-കാരൻ അനൂപ് കൃഷ്ണ, 40 വയസ്സുള്ള സജിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ആദർശിന്റെയും അജയ് കൃഷ്ണന്റെയും പരിക്ക് ഗുരുതരമാണ്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് ഇരുവരുടെ ആരോപണം. ഇത്രയും ഭീകരമായ സംഭവം നടന്നിട്ടും കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നും പരാതിയുണ്ട്. ഇത് നാട്ടുകാരിലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ രാഷ്ട്രീയ സംഘർഷ സാധ്യത തുടരുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. പെരിന്തൽമണ്ണയിലെ സിനിമാ സ്റ്റൈൽ വധശ്രമ കേസിൽ പ്രതികൾ പിടിയിൽ. യുവാക്കളെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച 3 പേരെയാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു കാറടിച്ച് കൊല്ലാനുള്ള ശ്രമം. ജയിലിൽ നിന്നിറങ്ങിയതിന് പിന്നാലെയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ സംഘർഷത്തിന് പ്രതികാരമായി യുവാക്കളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. തച്ചനാട്ടുകര സ്വദേശി മുഹമ്മദ് മുനീർ, കരിങ്കലത്താണി സ്വദേശി മുഹമ്മദ് ബഷീർ, നാട്ടുകൽ സ്വദേശി നൌഫൽ KP എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം താഴേക്കോട് വെച്ച് നാട്ടുകൽ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. അപകടത്തിൽ പരിക്കേറ്റ യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പെരിന്തൽമണ്ണ നാട്ടുകൽ ഭാഗത്ത് 2 മാസം മുൻപ് നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെ നടന്ന സംഘർഷത്തിന് പ്രതികാരമായാണ് വധശ്രമം അരങ്ങേറിയത്. അന്ന് സംഘർഷത്തെ തുടർന്ന് ജയിലിലായിരുന്ന യുവാക്കൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു പിന്നാലെ പ്രശ്നത്തിൽ ഉൾപ്പെട്ട യുവാക്കളെ കാർ തടഞ്ഞു നിർത്തി വടിവാൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന വഴിയാണ് പുറകെ കാറുമായി എത്തി ഇടിച്ചു വീഴ്ത്തിയത്. ഇടിയുടെ ആഘാതത്തിൽ കാർ തല കീഴായി മറിയുകയും ചെയ്തു. നാട്ടുകൽ സ്വദേശികളായ മുഹമ്മദ് ഇർഫാൻ, മുഹമ്മദ് ഷമീൽ, സൽമാനുൽ ഫാരിസ് എന്നിവർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാരാണ് പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടക്കത്തിൽ അപകടമാണെന്ന് തോന്നിച്ച സംഭവത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പകമൂലമുള്ള വധശ്രമമാണ് അരങ്ങേറിയതെന്ന് വ്യക്തമായത്. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് മുക്കത്ത് വീട് കുത്തി തുറന്ന് മോഷണം. നെല്ലിക്കാപ്പറമ്പിൽ നെടുങ്ങാട്ട് ജോസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. 3 പവൻ സ്വർണ്ണാഭരണങ്ങളും 6000 രൂപയും നഷ്ടമായി. ഈ സമയം വീട്ടുകാർ സ്ഥലത്തിലായിരുന്നു. സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിൽ നെല്ലിക്കാപ്പറമ്പിലാണ് ആളില്ലാത്ത വീടിന്റെ വാതിൽ തകർത്ത് സ്വർണവും പണവും മോഷ്ടിച്ചത്. നെല്ലിക്കാപ്പറമ്പിൽ നിന്ന് പന്നിക്കോട് ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്തെ നെടുമങ്ങാട് ജോസിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി മോഷണം നടന്നത്. ഇവിടെ നിന്ന് 3 പവൻ സ്വർണ്ണാഭരണങ്ങളും 6000 രൂപയും നഷ്ടമായി.
ജോസും വീട്ടുകാരും സ്ഥലത്തില്ലായിരുന്നു. ഇവർ എറണാകുളത്തെ മകളുടെ വീട്ടിൽ പോയിരുന്നപ്പോഴാണ് സംഭവം. രാവിലെ വീട്ടുജോലിക്കെത്തിയ സ്ത്രീയാണ് വീടിന്റെ വാതിൽ പൊളിഞ്ഞ നിലയിൽ കണ്ടത്. ഉടനെ വീട്ടുകാരെ വിവരമറിയിക്കുകയും അവർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. വലിയ കരിങ്കല്ല് കൊണ്ട് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷണം നടത്തിയതെന്നാണ് സൂചന. വാതിൽ തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കല്ല് വീടിന് സമീപം തന്നെയുണ്ട്. സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നോർത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കുഞ്ഞീത് ഗുരുക്കളുടെ വീട്ടിലും മോഷണശ്രമം നടന്നിരുന്നു. 2 ദിവസം മുൻപ് കാരശ്ശേരി പട്ടർചോലയിലെ വീട്ടിലും മോഷണശ്രമം നടന്നു. മലയോര മേഖലയിൽ വീണ്ടും മോഷണവും മോഷണശ്രമവും തുടർക്കഥയായതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 മുക്കം. പാലക്കാട് തിരുവേഗപ്പുറ നടുവട്ടത്ത് നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിൽ 2 അംഗ സംഘം പിടിയിൽ. മലപ്പുറം സ്വദേശികളായ അഭിഷേക്, ഷംസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. തിരുവേഗപ്പുറ സ്വദേശി മുഹമ്മദ് ഫായിസിന്റെ ബൈക്ക് മോഷണം പോയി മണിക്കൂറുകൾക്കകമാണ് പ്രതികളെ കൊപ്പം പോലീസ് പിടികൂടിയത്. രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. നടുവട്ടം സഹകരണ ബാങ്കിന് സമീപം വെച്ചിരുന്ന തിരുവേഗപ്പുറ സ്വദേശി മുഹമ്മദ് ഫായിസിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് മോഷ്ടിച്ചത്. തുടർന്ന് ഫായിസ് കോപ്പം പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം പ്രതികൾ വലയിലായത്. മലപ്പുറം സ്വദേശി 23-കാരൻ അഭിഷേക്, എടയൂർ സ്വദേശി 24-കാരൻ ഷംസുദ്ദീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹന പരിശോധനയ്ക്കിടെയാണ് മോഷണ സംഘം പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികൾ സമാനമായ രീതിയിൽ മറ്റു മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പട്ടാമ്പി. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക്. ഇന്തോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം മൂന്നാറിൽ ചേരും. വാഹനക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളിൽ ശേഖരിച്ച വിവരങ്ങൾ ചർച്ചയാകും. അതേസമയം കേസിലെ പ്രതിയും അസം RT ഓഫീസ് ഉദ്യോഗസ്ഥനുമായ ദീപക് പട്ടോവരിയുടെ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി തള്ളി. നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് തടയാനുള്ള നടപടികൾ ചർച്ച ചെയ്യാനാണ് ഇന്തോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരുന്നത്. ഓപ്പറേഷൻ ന്യൂംഗോറിലെ തുടർ നടപടികളും ചർച്ചയാകും. ഈ മാസം 20-21 തീയതികളിൽ മൂന്നാറിലാണ് യോഗം ചേരുക. ഇന്ത്യ ഭൂട്ടാൻ ഇന്റഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് യോഗം 22-23 തീയതികളിലും നടക്കും. വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ശേഖരിച്ച വിവരങ്ങൾ ചർച്ചയാകും. വാഹനക്കടത്ത് തടയാനുള്ള നടപടികളും യോഗത്തിൽ തീരുമാനിക്കും. നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയ 4 വാഹനങ്ങൾ കൂടി കോഴിക്കോട് നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഇതോടെ ഓപ്പറേഷൻ ന്യൂംഗോറിൽ കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 50-ലധികമായി. കേസിൽ നേരത്തെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരുന്ന അസമിലെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ദീപക് പടോവരിയുടെ ജാമ്യാപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. നേരത്തെ അസമിലെ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ മാർച്ച് 13 മുൻപ് കീഴടങ്ങാൻ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഇയാൾ കീഴടങ്ങിയിരുന്നില്ല. ഇതോടെ എറണാകുളം SCJM കോടതി ദീപക്കിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. ഇതിന് പിന്നാലെയാണ് ദീപക് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. കീഴടങ്ങാതെ ജാമ്യാപേക്ഷ പരിഗണിക്കാനാവില്ലെന്ന് അപേക്ഷ തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. വാഹനക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ ബംഗാളിലെ ജഗാവോൺ സ്വദേശി ബിശ്വദീപ് ദാസിനെ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്യത്തെ പ്രമുഖ IT കമ്പനികളിലൊന്നിൽ സീനിയർ എഞ്ചിനീയറാണ് ബിശ്വദീപ് ദാസ്.
അസം സ്വദേശികളായ അയൂബ് അലി, മുഹമ്മദ് മുസ്തഫ അഹമ്മദ്, ജലാൽ മണ്ഡൽ എന്നിവരാണ് വിശ്വദീപിനും ദീപക്കിനും പുറമെ പിടിയിലായവർ. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് തൃശൂർ അതിർത്തിയിലെ അറങ്ങോട്ടുകരയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് സ്ഥിരീകരണം. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. കടുക്കശ്ശേരി തച്ചുകുന്ന് സ്വദേശി സഫിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റു ദുരൂഹതകൾ ഉണ്ടോ എന്നതിൽ അന്വേഷണം തുടരും. അനധികൃതമായി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച 700 ലിറ്ററോളം വിദേശമദ്യം മണ്ണാർക്കാട് നിന്നും പിടികൂടി. ഡ്രൈവർ കുമരംപുത്തൂർ പള്ളിക്കുന്ന് സ്വദേശി നിഖിൽ എന്ന കണ്ണൻ അറസ്റ്റിലായി. ഇടുക്കിയിൽ പട്ടപ്പകൽ തോട്ടത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ചയാളെ നാട്ടുകാർ ചേർത്ത് പിടികൂടി. പാറത്തോട് ശിങ്കാരിക്കണ്ടം സ്വദേശി സുദേഖാണ് നെടുങ്കണ്ടം കോമ്പയാറിൽ പിടിയിലായത്. കൊല്ലം കണ്ണനല്ലൂരിൽ ആളൊഴിഞ്ഞ പുരയിടത്തിൽ സൂക്ഷിച്ചിരുന്ന 12 ലക്ഷം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. സമീപവാസികളുടെ ജാഗ്രതയിലാണ് വലിയ ലഹരിവേട്ടയ്ക്ക് വഴിയൊരുങ്ങിയത്. യുവതിയുടെ സ്വർണ്ണമാല തട്ടിപ്പറിച്ചോടിയ മോഷ്ടാവ് പിന്നീട് മാല പരിശോധിച്ച് സ്വർണ്ണമല്ലെന്ന് കരുതി വലിച്ചെറിഞ്ഞു. കോഴിക്കോട് നടക്കാവിലാണ് സംഭവം. 5 പവന്റെ സ്വർണ്ണമാലയാണ് പ്രായപൂർത്തിയാകാത്ത മോഷ്ടാവ് ഇടവഴിയിൽ നിന്ന് വലിച്ചെറിഞ്ഞത്. മലപ്പുറം സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് 17-കാരനായ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിശോധിച്ചപ്പോൾ സ്വർണ്ണമാലയും താലിയും കണ്ടെടുക്കാനായി. പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കി. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.